ചെക്കുട്ടി, പക്ഷെ അത് CPM-നെ സംബന്ധിച്ച് അത് എന്തുമാത്രം ക്രിയേറ്റീവായിട്ടും പ്രൊഡക്റ്റീവായിട്ടും അവർ മനസ്സിലാക്കുക പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. നമ്മൾ ഈ പണിക്കിറങ്ങിയാൽ നമുക്കൊട്ട് ഗുണം കിട്ടുകയുമില്ല, നമ്മളെ ആളുകൾ തള്ളിക്കളയും എന്ന് മാത്രവുമല്ല അതിന്റെ ബൈ പ്രോഡക്ട്സ് എല്ലാം ഉണ്ടാവുന്നത് BJP-യുടെ വിജയങ്ങളായിട്ടായിരിക്കും എന്നത് CPM എന്തുമാത്രം ശരിയായി മനസ്സിലാക്കും. ഒന്നാമത്തെ കാര്യം, ഇനി വരാൻ പോകുന്ന സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലുമൊക്കെ. രണ്ടാമത്തെ കാര്യം, ഇനി മനസ്സിലാക്കിയാലും അതിന്റെ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ കേരളത്തിന് ഇനി സമയം ബാക്കിയുണ്ടോ, CPM-ന് ബാക്കിയുണ്ടോ? അല്ല, അത് യഥാർത്ഥത്തിൽ അറിയാതെയാണോ അല്ല അറിഞ്ഞുകൊണ്ടുള്ളൊരു പ്രയോഗമാണോ എന്ന കാര്യത്തിൽ മാത്രമാണ് എനിക്ക് സംശയമുള്ളത്. പിണറായി വിജയനായാലും ശരി, CPM കേന്ദ്ര കമ്മിറ്റിയിലും സ്റ്റേറ്റ് കമ്മിറ്റിയിലെ ആളുകളായാലും രാഷ്ട്രീയമായിട്ട് വിദ്യാശൂന്യരൊന്നുമില്ല. അവർക്കറിയാം ഈ ക്യാമ്പയിൻ കേരളത്തിൽ എവിടെയാണ് ആരെയാണ് സഹായിക്കുക എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പലരും ആ ക്യാമ്പയിനിലേക്ക് പോയത്. ഒരു കക്ഷി അവർ വിചാരിച്ചത് UDF-ന്റെ വോട്ടുകളായിരിക്കും ഒഴുകി പോകും. പക്ഷേ UDF-ന്റെ വോട്ടുകൾ അവർക്ക് പിടിച്ചേർത്താൻ ശേഷിയുണ്ട്. LDF-ന്റെ വോട്ടുകൾ ഒഴുകി പോവുക എന്നുള്ളൊരു വസ്തുതയാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഒരു പരിധി വരെ അത് ബോധപൂർവമായിട്ട് കേന്ദ്രത്തിലിരിക്കുന്ന വിദ്വാൻമാരെ സഹായിക്കാൻ പലതരത്തിലുള്ള ആഭ്യന്തരമായിട്ടുള്ള ബന്ധങ്ങൾ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ കേരളത്തിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുമാണ് ഈ PM ശ്രീ എന്ന് പറയുന്നതിൽ പോയി ഒപ്പിട്ടത്. അത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത്, കേരളത്തിലെ സാംസ്കാരിക രംഗത്ത്, കേരളത്തിലെ പൊതുജീവിതത്തെ അത്യന്തം മാരകമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയത്തിൽ പോയി അവർ ഒപ്പിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നടക്കുന്ന ഈ വലതുപക്ഷവൽക്കരണം അത് വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഈ തരത്തിലൊരു മുസ്ലിം വിരുദ്ധ ക്യാമ്പയിൻ നടത്തുക എന്നുള്ള വളരെ ആഗോളം, ഇത് എല്ലാ സ്ഥലത്തുണ്ട്. അമേരിക്കയിൽ ട്രംപ് ആയാലും ശരി, യൂറോപ്പിൽ ഓർബാൻ ആയാലും ശരി, മറ്റു പല സ്ഥലങ്ങളിൽ ആളുകളായാലും ശരി, ഇന്ത്യയിലും മോഡി ആയാലും ശരി, അതേ അജണ്ടയിലേക്ക് പിണറായി വിജയൻ വന്നു എന്നുള്ളത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. പക്ഷെ അതിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയമായിട്ട് വളരെയേറെ ബോധ്യമുള്ള ആളുകളാണ്, വലിയ ഉയർന്ന നിലവാരം പുലർത്തുന്ന ആളുകളാണ്. അവർക്ക് കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട് എന്നുള്ളതാണ് അതിന് കാര്യം.